ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബൊഗെയിൻവില്ലയുടെ പൂക്കാലമാണേ. കാര്യമായ പരിചരണം ഒന്നുമില്ലാതെ നമ്മളുടെ മുറ്റത്തിൽ പല നിറത്തിലും പല ഷേപ്പിലുമുള്ള പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ല നമ്മൾ വളർത്തുമ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം, അതായത് ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം ബൊഗെയിൻവില്ല നമ്മൾ വളർത്താൻ. അങ്ങനെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമേ ബൊഗെയിൻവില്ലയിൽ നിറയെ പൂക്കളുണ്ടാകത്തുള്ളൂ. സൂര്യപ്രകാശം കുറഞ്ഞാൽ പൂക്കളുടെ എണ്ണവും അളവും ഒക്കെ കുറഞ്ഞു പോകും. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയേ, നമ്മുടെ സാധാരണ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാ വിത്തുകളും കൂടാതെ കെയില്, സുക്കിനി, ചൈനീസ് കാബേജ്, കാശ്മീരി ചില്ലി, അതുപോലെ പലതരത്തിലുള്ള വഴുതന, ഇല്ലിക്കൊമ്പൻ വഴുതന, വേങ്ങേരി വഴുതന, അങ്ങനെയുള്ള പച്ചക്കറികളുടെ വിത്തുകളെല്ലാം വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ട് തീരുന്നതിന് മുന്നേ ആവശ്യമുള്ളവർ വാങ്ങിച്ചെടുത്തോണേ. വേനൽക്കാലത്ത് ബൊഗെയിൻവില്ലയ്ക്ക് നമുക്ക് നന്നായി നനച്ചു കൊടുക്കാം. പക്ഷെ വെള്ളം കൂടിപ്പോയാൽ ബൊഗെയിൻവില്ലയുടെ വേരുകൾ അഴുകിപ്പോയി ചെടി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ. പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയത്താണെങ്കിൽ നന്നായി വെള്ളം കൊടുക്കാം. അപ്പം വെള്ളം കൊടുക്കുന്നത് എപ്പോഴും വൈകുന്നേരം സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വൈകുന്നേരം സമയമാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പ് രാത്രി സമയത്തും പിന്നെ ഒരു ഉച്ച വരെയുള്ള സമയത്തും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേരം നനച്ചു കൊടുക്കുന്നതാണ് ബൊഗെയിൻവില്ലയ്ക്ക് നല്ലതെന്ന് പറയുന്നത്. നമ്മൾ മഴക്കാലം കഴിയുന്ന ഉടനെയാണ് ബൊഗെയിൻവില്ലയ്ക്ക് വളം കൊടുക്കേണ്ടത്. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ബൊഗെയിൻവില്ലയുടെ ചെയ്തപ്പം ആ ചെടികളെല്ലാം മാറ്റി നട്ട വളമൊക്കെ കൊടുത്ത് മാറ്റി വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിന് ശേഷമാണ് ഇപ്പം ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിൽ കിട്ടണം. നമ്മൾ സാധാരണ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ബൊഗെയിൻവില്ലയ്ക്ക് പൂക്കൾ ഉണ്ടായി തുടങ്ങുന്ന സമയമാണെങ്കിലും ഈ വർഷത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയത്തെല്ലാം നല്ലോണം മഴ പെയ്തു. മഴ പെയ്യുകയാണെങ്കിൽ ബൊഗെയിൻവില്ല പൂ പിടിക്കത്തില്ല. ഇപ്പം ഇതേ ഒരു 10 ദിവസത്തെയൊക്കെ വെയിൽ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കിന് ഇതിലെല്ലാം തന്നെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിരിക്കുവാണ്. ബൊഗെയിൻവില്ലയുടെ വളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അപ്പം ചാണകപ്പൊടി മഴ കഴിയുന്ന ഉടനെ തന്നെ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചെടിയുടെ കൊമ്പുകളൊക്കെ കോതി നമ്മൾ വെക്കുവാണെങ്കിൽ വെയിൽ വന്നാൽ ഉടനെ തന്നെ അവർക്ക് നന്നായിട്ട് പൂവിട്ട് തുടങ്ങും. ബൊഗെയിൻവില്ല ചെടികളുടെ ചുവട്ടിൽ കളകൾ പിടിക്കാതെ ഇപ്പം കാടും പുല്ലും ഒക്കെ വളരുന്നതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊക്കെ കിളുത്ത് വരും. പറ്റുന്നത്ര അവരെ മാറ്റിക്കോണം. അതുപോലെ ചെടിയുടെ ചുവട്ടിൽ ചെറുതായി ഒരു നനവും തണുപ്പും നിലനിൽക്കാനായിട്ട് പുതയിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നമ്മൾ ബൊഗെയിൻവില്ല നട്ടുപിടിപ്പിക്കേണ്ടത്. നമുക്കിത് ഈ ചെടിയെ ഒന്ന് പൂവിടാനായിട്ട് ഒരുക്കിയെടുക്കാവേ. ഇത് ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു ചെടിയാണ്. ഇത് പഴയ ചട്ടി ആയതുകൊണ്ട് വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിപ്പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് ഞാനിനി ചട്ടി മാറ്റാനായിട്ട് നോക്കുന്നില്ലേ. ഈ ബൊഗെയിൻവില്ല എന്ന് പറയുന്നതേ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്രോ ബാഗിനകത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന മഴ വന്ന സമയത്ത് ഈ പാത്രത്തിൽ അങ്ങ് വെച്ചിരുന്ന പൂവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പൂവുള്ള സമയത്ത് ഇതിനെ ഇളക്കി നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ ഇളകി പോകുന്നുണ്ട്. പൂ ഉണ്ടാകാതിരിക്കുമല്ലോ എന്നോർത്ത് അതേപടി വെച്ചിരുന്നതാണ്. പിന്നെ അതിനോട്ടൊന്നും ചെയ്തില്ല. പക്ഷെ ഇതിൻ്റെ വേര് ഈ ചട്ടിക്കകത്തിരുന്ന മണ്ണിനകത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഗ്രോ ബാഗിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കുവാണേ. നല്ലോണം വേര് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതാണ് നല്ലത്. ഈ ഗ്രോ ബാഗിൻ്റെ ഭാഗം മാത്രം നമുക്ക് മുറിച്ച് കളയാം. കണ്ടോ? ഇനി ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൃത്യമായിട്ട് പ്രൂണിങ് ഒക്കെ നടത്തിയതാണ്. കണ്ട ഇല വന്നിങ്ങനെ മുറ്റിച്ച് നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്നതെല്ലാം പൂക്കൾ വരാനുള്ളതാണ്. ഇത് ചെറുതായിട്ട് ഒരു പൂ അങ്ങോട്ട് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചൂടൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണേ. കണ്ടോ? ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. വേരൊക്കെ ഇതിലേ കൂടെ ഒക്കെ ഉണ്ട്. ഈ ചെറിയ വേരുകൾ അങ്ങനെ മുറിഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ല. ആഴത്തിലേക്ക് പോകുന്ന വേരുകളാണ് പൊട്ടിപ്പോകാതെ നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇതുപോലൊന്നും മണ്ണിളക്കിയിട്ട് ഇവർക്ക് നല്ല വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണേ. ഈ ചാണകപ്പൊടി നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ? ഇതുപോലെ ചാണകപ്പൊടി ഇട്ടതിൻ്റെ മുകളിലോട്ട് ഇത് മണ്ണാണേ. മണ്ണ് പറമ്പിൽ നമ്മൾ ഈ പുല്ലും കാടും ഒക്കെ പറിച്ചിട്ടുന്നിടത്ത് അത് പൊടിഞ്ഞുണ്ടായ മണ്ണാണ്. കണ്ടോ? ഇതുപോലെ കുറച്ച്
മണ്ണും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഇതിൻ്റെ വേര് ഇങ്ങനെ ഇവിടെ പൊങ്ങി നിൽക്കുമല്ലേ, അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ മണ്ണിട്ട് കൊടുക്കാനുള്ള കാരണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പൂ പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണേ. ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. അപ്പം ദേ ഇത്രയും ജൈവ സ്ലറി എടുത്തിട്ടുണ്ട്. ജൈവ സ്ലറിയുടെ മുകളിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇരട്ടിയായിട്ടാണ് ഇതിനെ നേർപ്പിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് വേണ്ടത്ര ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് പൂവിടാനായിട്ട് സഹായിക്കുന്ന ഒരു പണിയാണേ. നമ്മുടെ ബൊഗെയിൻവില്ലകളാണെങ്കിൽ കണ്ടോ, ഇതേപോലെ എല്ലാം തന്നെ ചിലതൊക്കെ പൂക്കളുടെ കളറൊക്കെ കാണാറായി, ബാക്കി ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം തന്നെ പൂക്കൾ വന്നു തുടങ്ങുന്നതാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ കളറൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് വേറൊരെണ്ണമാണ്, കണ്ടോ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണേ. അതുപോലെ ഇത് കണ്ടോ, ഇത് വേറൊരെണ്ണമാണ്. ഇതെല്ലാം കളറ് തെളിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം പൂ ഉണ്ടായി തുടങ്ങുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അതുപോലെ വേറൊരു വെറൈറ്റിയാണേ. ഇതെല്ലാം ശരിക്കായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഫൈറോപ്പാലിൻ്റെ ഓറഞ്ചാണ്. ഇത് ഒരു വെള്ള കളറാണ്. ഇതൊരു വെരിഗേറ്റഡ് ഇനമാണ്, പക്ഷെ നല്ല പൂവാണ്, ഓറഞ്ച് പൂവാണ് ഇതിനുണ്ടാകുന്നത് കേട്ടോ. ഇത് പിന്നെ ഫൈറോപ്പാലിൻ്റെ മഞ്ഞ. ഏകദേശം എല്ലാത്തിലും തന്നെ നമ്മൾ നോക്കിയാൽ കണ്ടോ, ചെറുതായിട്ട് പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും കണ്ടോ, അറ്റത്തൊരു ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാണിത്. ശരിക്കും പൂ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതിനും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് തുടങ്ങി അങ്ങോട്ടൊക്കെ നോക്കിയാൽ എല്ലാത്തേലും തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ പൂക്കളൊന്നും നിങ്ങളുടെ ബൊഗെയിൻവില്ലയിൽ വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏതൊരു ബൊഗെയിൻവില്ലയും പെട്ടെന്ന് തന്നെ നിറയെ പൂവിട്ട് തുടങ്ങാനായിട്ട് ഒരു ചെലവും ഇല്ലാത്ത നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലുള്ള ഒരു സാധനം ഉപയോഗിച്ച് നമുക്കൊരു കിടിലൻ സൂത്രപ്പണി ചെയ്തു നോക്കാം. ഈ ഒരു രീതി ചെയ്തു നോക്കണം. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാവേ. ബാ, ഇത് 1 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നതാണേ. ഇതിനകത്തേക്ക് ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വിനാഗിരി മേടിക്കുന്നതാണേ. അതിൻ്റെ 1 സ്പൂണ് വിനാഗിരി എടുത്ത് നമ്മുടെ ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കണം. എന്നിട്ട് ഞാനൊരു സ്പ്രെയർ ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതേ പൂ ഉണ്ടാകാത്ത, ഇതുവരെ പൂവിട്ട് തുടങ്ങാത്ത, ഞാൻ ഇപ്പോൾ പല ചെടികൾ കാണിച്ചില്ലേ, ചെറുതായി പൂ വന്നു തുടങ്ങുന്നു, അവരിനി അങ്ങ് വന്നോളും. ഇതുവരെയും പൂ ഉണ്ടായി തുടങ്ങാത്തവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ ചെടിയുടെ ഇലകളിൽ ഇങ്ങനെ നിറയെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് നമുക്കിതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പം ഇതേപോലെ ബൊഗെയിൻവില്ലയിൽ ഇതുവരെ പൂക്കൾ വന്ന് തുടങ്ങാത്തവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ട്രിക്ക് ചെയ്തു നോക്കാം. അപ്പം എല്ലാവരും ഇതേപോലെ ബൊഗെയിൻവില്ലയിൽ ഇതുവരെയും പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടില്ലെങ്കിൽ, ബൊഗെയിൻവില്ല വളർത്തുന്നവരാണെങ്കിൽ ഈ ഒരു മാർഗം ഒന്ന് ചെയ്തു നോക്കണം. പൂക്കൾ വന്ന് നിറയും. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.